ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയിരുന്നതാണ്. ആ കോടതി ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നിപ്പോൾ പരിഗണിക്കും. ഷുഹൈബിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്നിപ്പോൾ സമർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് അനൽക സെയ്ദാണ് ചേർന്നത്. അനൽക, ഷുഹൈബിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ സമർപ്പിക്കപ്പെടും. നിലവിൽ 14 ദിവസത്തെ റിമാൻഡിൽ കഴിയുകയാണ് ഷുഹൈബ്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ നീക്കം നടത്തുന്നു. ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോഴും ഇയാൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് തനിക്ക് ഈ വിഷയവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ്. നിലവിലെ പോലീസ് നീക്കം എങ്ങനെയാണ്? ജാമ്യാപേക്ഷ എപ്പോഴാകും കോടതി പരിഗണിക്കുക? അനൽക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിദ്ധുലക്ഷ്മി. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ താമരശ്ശേരിയിലെ കോടതി പരിഗണിച്ചിരുന്നെങ്കിലും അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കേസിൽ ഈ ഷുഹൈബിൻ്റെ ഈ കസ്റ്റഡി അപേക്ഷയോടൊപ്പം തന്നെ ഷുഹൈബിൻ്റെ സത്യവാങ്മൂലം ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള, അതായത് ചോദ്യപേപ്പർ ചോർത്തി നൽകിയിട്ടുള്ള മലപ്പുറത്തെ സ്വകാര്യ കോളേജിലെ പ്യൂണായിട്ടുള്ള അബ്ദുൽ നാസറിൻ്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ അബ്ദുൽ നാസറിനെ കസ്റ്റഡി ലഭിച്ചാൽ ഉടൻ തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ഫഹദിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകുമ്പോൾ ഈ ഫഹദ് MS സൊല്യൂഷനിലെ അധ്യാപകൻ കൂടിയാണ്. അതായത് നിലവിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഫഹദിനാണ്, അതായത് ഫഹദിനാണ് ഇത്തരത്തിൽ ഈ അബ്ദുൽ നാസർ എന്ന മലപ്പുറം സ്വകാര്യ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള പ്യൂണായിട്ടുള്ള അബ്ദുൽ നാസർ ഫഹദിനാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ഈ ഫോട്ടോ എടുത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടനെ തന്നെ ഈ ഫഹദിന് അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതി ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ശരി അനൽക.